നമ്മളിന്ന് പയർ വിത്ത് നടുന്നതാണ് കാണിക്കുന്നത്. അതായത് വള്ളിപ്പയർ, അതായത് കുറ്റിപ്പള്ളി പയർ. അത് നമ്മൾ ആദ്യം ചെറിയ കൂടെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഏകദേശം ഈ ഒരു രീതിയിലേക്ക് മണ്ണ് നിറയ്ക്കുന്നു. ഉണ്ടല്ലേ, ഈ ഒരു രീതിയിലേക്ക് മണ്ണ് നിറച്ചതിന് ശേഷം നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ല സെറ്റാക്കുന്നു, ഇതുപോലെ കുതിർത്തെടുക്കുന്നു. അതിന് ശേഷം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പയർ വിത്ത് എടുക്കുന്നു. അതാണ് നമ്മൾ പയർ വിത്ത് എടുക്കുന്നത്. നമ്മൾ 2 പയർ വിത്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ 2 പയർ വിത്ത് എടുത്തിരിക്കുന്നു. അതിന് ശേഷം നമ്മൾ നല്ലപോലെ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ മഞ്ഞളും, അതായത് ചാണകപ്പൊടിയും മസൂറിയും വേപ്പിൻ കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം നമ്മൾ ഈ പയർ വിത്ത് ഇതിലേക്ക് ഇടുന്നു. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ താത്ത് കൊടുക്കുക. ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ താത്ത് കൊടുക്കുന്നു. എന്നിട്ട് 2 നേരം നനച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ സെറ്റാവും. ഇത് നമ്മൾ ഒരു 2 ഡേയ്സ് 2 നേരം വെള്ളം ഒഴിച്ച് നല്ലപോലെ തണലത്ത്, അതായത് ഈ പച്ചനെറ്റിൻ്റെ അടിയിൽ വെക്കുക. 2 ഡേയ്സിന് ശേഷം നമുക്കിത് നോക്കാം. വെയിറ്റ് ഇതിപ്പം പയർ നട്ടതിന് ശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള പയറാണ്. ഇതുണ്ടോ, ഈ ഒരു പരുവത്തിലേക്കായി. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ 2 നേരം ഒരു 4 ഡേയ്സ് കൂടെ വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് 2 അടി കുഴിയെടുത്ത് നല്ല രീതിയിൽ ചാണകവും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് നിറച്ചതിന് ശേഷം ഇത് അതിലേക്ക് നടുക. കണ്ടില്ലേ, നല്ലപോലെ വിരിവ് വന്നു. ഇതൊരു ഏകദേശം ഈ പക്കം ആകുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത മണ്ണിലേക്ക് നടും. ഇതാണ് 2 ഡേ കഴിഞ്ഞുള്ള ഇതിൻ്റെ അവസ്ഥയാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു 6 ദിവസം കഴിഞ്ഞ് നമ്മളെടുത്ത് മണ്ണിലേക്ക് അത് നട്ടിരിക്കുന്നു. കണ്ടില്ലേ, 2 അടി കുഴിയെടുത്ത് ഫുള്ള് നട്ടിരിക്കുകയാണ്. അതായത് ചാണകം നല്ലപോലെ 2 അടി കുഴിയെടുത്ത് ചാണകവും കരികിലയും കൂടെ അതിൻ്റെ അടിയിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ മണ്ണിട്ട് മൂടുക. അതിന് ശേഷം ഇത് നമ്മൾ ആ മണ്ണോട് കൂടി ഇതിലേക്ക് ഇറക്കി വെക്കുന്നു. ഇത് കണ്ടില്ലേ, ഫുള്ള് നമ്മൾ ആ മണ്ണിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം കിളുത്ത് വരുന്നതുകൊണ്ട് 2 നേരം നല്ലപോലെ നനവ് കൊടുക്കുക. പിന്നെ നല്ല തണലും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് നല്ലപോലെ കയറി വരികയുള്ളൂ. എല്ലാം വിത്തുകളും നല്ല രീതിയിൽ വള്ളിപ്പയർ കയറി വരികയാണ്. ഇതിന് ശേഷം നമ്മൾ ഇങ്ങനെ കയർ കെട്ടിക്കൊടുക്കും. നല്ല രീതിയിൽ കയർ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. അത് നമ്മളൊരു ഇതിന് ശേഷം ഇനി ഒരു മാസം കഴിയുമ്പോൾ ഈ സെയിം സാധനത്തിൻ്റെ വീഡിയോ നമ്മൾ പയറുണ്ടാക്കി കിടക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നല്ലപോലെ. അതിന് ശേഷം നമ്മളൊരു ഇതിൻ്റെ മണ്ട വഴി ചാണകപ്പൊടി നല്ലപോലെ ഇട്ട് കൊടുക്കുക. ഇതിപ്പം പയർ വിത്ത് നമ്മൾ നട്ടതിന് ശേഷം ഒരു 6 ഡേയ്സ് ആയി, 6 ദിവസമായി. 6 ദിവസത്തിന് ശേഷം നമുക്കൊരു ഈ ഒരു വളർച്ച എത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ആ പാക്കറ്റിൽ നിന്ന് 6 ദിവസമായിട്ട് നട്ടിട്ടുള്ള ഒരു 2 അടി കുഴി ഇങ്ങനെ ചതുരത്തിലെടുത്ത് അതിലേക്ക് ചാണകപ്പൊടിയും മസൂറിയും വേപ്പിൻ പിണ്ണാക്കും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വെട്ടി മൂടിയതിന് ശേഷം നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് നനച്ച ശേഷം രാവിലെ നടുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് അതായത് ഒരു ഈ പൊക്കം ആകുമ്പോഴത്തേക്കും നമുക്ക് കയറ് കെട്ടി നല്ലപോലെ തണൽ നല്ലപോലെ കൊടുക്കണം. അതിനുശേഷം ഈ പൊക്കം ആകുമ്പോഴത്തേക്കും നമ്മൾ വള്ളി ഇങ്ങനെ ചതുരത്തിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് കാണിക്കുന്നതായിരിക്കും. ഇതാണ് വള്ളിപ്പയർ നമ്മൾ നടുന്ന രീതി ഏകദേശം.